So guys, welcome back to my channel. Me അപ്പോൾ guys കുറേ നാളായി ഞാൻ വീഡിയോ എന്തെങ്കിലും ഇട്ടിട്ട് കാരണം വേണമെന്നല്ല ഗൈസ് യുനോ എക്സാമും അതൊക്കെ ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ എഡിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. എനിക്കിത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിന്ന് സോളാർ മെഷാണ് എടുക്കുക ഗൈസ്. നമ്മളൊരു പ്ലാറ്റിന് കൊല്ലാൻ പോകണില്ല ഗൈസ് ഒന്നും. അതൊക്കെ നമുക്ക് അടുത്ത പാട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോഴത്തെ സിസ്റ്റം സ്മാഷിൽ ഗൈസ് ഒരു പുതിയൊരു സോളാർ സിസ്റ്റം ഉണ്ടാക്കാൻ പോണേ. ഇപ്പോഴത്തെ നമ്മുടെ സോളാർ സിസ്റ്റം നോക്കി ഒരു മാതിരി ഇതില്ലേ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഈ സണ്ണ് ബ്ലൂ ആക്കി കാണിച്ചതാണ് ഗൈസ്. 1 2 3. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സൺ. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഇപ്പോൾ 2024 ഗൈസ്. നമുക്ക് 2025 ഗൈസ്. ഓക്കെ ഗൈസ്, ഇറ്റ്സ് ഫൈനലി 2025. സോ ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സോളാർ സിസ്റ്റത്തിൽ ഏകദേശം 30 പ്ലാനറ്റ്സ് ഉണ്ട് ഗൈസ്. 30 പ്ലാനറ്റ്സ് എപ്പോൾ തീരുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. സോ നമുക്ക് ആദ്യത്തത് ക്ലോസസ്റ്റ് പ്ലാനറ്റ് എർത്ത് ഗൈസ്. അല്ല, എർത്ത് സണ്ണ് മെർക്കുറി എന്ന് ഞാൻ പറയില്ല. നമ്മൾ ഈ പ്ലാനറ്റ് ഏറ്റവും അത്രയും ക്ലോസ് ആണ്, ഒത്തിരി ക്ലോസ് ആണ്. കസ്റ്റമൈസ് ആട്ടോ ഗൈസ്. മതി, ഇത്ര മതി ഗൈസ്. ഇത്തിരി ശക്തി കുറവാട്ടെ ഗൈസ്, ശക്തി അധികം വേണ്ട ഗൈസ്. നമുക്ക് പിന്നെ ഇതൊരു പച്ച കളർ പ്ലാന്റ് ആയിരിക്കും ഗൈസ്. ഒരു ടോക്സിക് ലെയർ ഒക്കെ ഉള്ളത് ഗൈസ്. ഒക്കെ തന്നെ മതി. ഇപ്പോൾ ഇതിനെക്കാളും ജൂപ്പിറ്റർ പോലെ ഗൈസ്. നമ്മളിതിന് പേരൊന്നും നമുക്ക് അപ്പോൾ ഗൈസ് നമ്മളിതിന് പേരിടാം ഗൈസ്. കളറൊന്നും ഇട്ടിട്ട് കാര്യമാണ്. സണ്ണിൻ്റെ അടുത്തിരിക്കുന്ന സണ്ണിൻ്റെ മറ്റേ സോളാറിൻ്റെ റേഡിയസ് ഒക്കെ കൊണ്ട് അത് ഇതായി മാറും ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നെർക്കുറി എങ്ങനെ ഉണ്ടാവും ഗൈസ് അറിയില്ല. നെർക്കുറി എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവം. എനിക്കിങ്ങനെ ഒരു പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് ഏറ്റവും സണ്ണിൻ്റെ അടുത്തുള്ള ആറും ഗൈസ്. നമുക്ക് നോക്കണം ഗൈസ് എങ്ങനെയാണ് പോകുന്നത്. കാരണം ഇതിൻ്റെ നമുക്കിത് നോക്കണം ഗൈസ്. കാരണം നെർക്കുറി ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം സണ്ണിനത് ഇതാക്കുമ്പോൾ ഈ സണ്ണിൻ്റെ അടുത്തുള്ള സോളാർ ഫെയർ അതൊക്കെ സണ്ണ് വിട്ട നെർക്കുറി കത്തിപ്പോകും ഗൈസ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക ഗൈസ്. നമ്മൾ ഇത്തിരി ഇവിടെ നിന്ന് എടുത്ത് നോക്കുമ്പോൾ അത്ര തോന്നത്തില്ലെങ്കിലും കുറച്ച് ദൂരത്ത് പോയി നോക്കുമ്പോൾ നെർക്കുറി എന്താ പറയുക സണ്ണിൻ്റെ ആ തീ കണ്ട ഗൈസ് അതിനകത്തിരിക്കണമല്ലോ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. നെർക്കുറിയുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇത്തിരി കുറക്കാനാണ് ഗൈസ് സണ്ണിൻ്റെ റേഡിയസ് തിരിച്ചിട്ട് ഇതേപോലെ ആക്കണം ഗൈസ്. ഗ്ലോൺ സ്റ്റാർ ആക്കണം ഗൈസ് സണ്ണിനകത്ത്. കാരണം പിന്നെ നെർക്കുറിയാണ് ഏറ്റവും ക്ലോസസ്റ്റ് പ്ലാനറ്റ് സണ്ണിൻ്റെ അടുത്ത്. സോ എനിക്കിത് കണ്ടിട്ടൊരു എന്തോ പോലെ നെർക്കുറി കളറൊന്നും കൂടി മാറ്റാം ഗൈസ്. നെർക്കുറിയുടെ മാറ്റിയാൽ റെഡിയാവുമെന്ന് അറിയില്ല ഗൈസ്. എന്നാലും നെർക്കുറി കത്തിക്കരിഞ്ഞു പോയി ഗൈസ്. സോ എനിക്കറിയില്ല മാറ്റിയിട്ട്. സോ നമുക്ക് സണ്ണിനെ ഒന്നും കൂടി വലുതാകും ഗൈസ്. എനിക്കെന്തോ നെർക്കുറി ഭയങ്കര ദൂരത്ത് പോലെ ഗൈസ്. കാരണം മെർക്കുറി ആണെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ മെർക്കുറി ആണെങ്കിൽ തന്നെ അത് അത്രയും ക്ലോസ് അല്ല. സിൽവർ സ്റ്റാർ ആണ് ഗൈസ്. ഗോൾഡൻ സ്റ്റാർ വേണ്ട, സിൽവർ സ്റ്റാർ മതി ഗൈസ്. ഓക്കെ, ഇതാണ് കുറച്ച് അടുത്ത് തോന്നും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് സാറ്റേൺ അല്ല ഗൈസ്. അടുത്തത് ദി വൺ ആൻഡ് ഓൺലി മെർക്കുറി ഗൈസ്. മെർക്കുറി ക്രിയേറ്റഡ് ആണ് ഗൈസ്. മെർക്കുറി എങ്ങനെ വട്ടം നമുക്ക് അതിൻ്റെ ഓർബിറ്റ് നോക്കണം ഗൈസ്. നമുക്ക് ഓർബിറ്റ് ചെയ്യുമ്പോൾ ഓക്കെ മെർക്കുറി ഒരു വർഷം എടുക്കുമ്പോഴേക്ക് ഇവിടെ ഒരു വർഷം മെർക്കുറിയുടെ ഒരു വർഷം കഴിഞ്ഞു ഗൈസ്. മെർക്കുറിയുടെ ഇപ്പോഴാണ് ഗൈസ് കഴിയുന്നത്. ചിലപ്പോൾ ടൈമേ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മൾ ഗൂഗിളിൽ എടുത്ത് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൈസ് മെർക്കുറിയുടെ ഒരു ദിവസം കുറച്ചധികം മണിക്കൂറൊക്കെ ആയിരിക്കും ഗൈസ്. കുറച്ച് മണിക്കൂറുണ്ടാവും. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീനസ് ആണ് ഗൈസ്. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിലെ വീനസിന് ഇത്തിരി പവറുണ്ട് ഗൈസ്. വീനസിൻ്റെ ശക്തി വലുപ്പം ഇത്തിരി കൂട്ടാണ് ഗൈസ്. 60-ലിടാം ഗൈസ്. ഇത്തിരി വലുതായിരിക്കും ഗൈസ്. ഇതാണ് ഗൈസ് വീനസ്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എനിക്ക് അത്ര അറിയില്ല ഗൈസ്. ചിലപ്പോഴേ റെഡി ആവത്തുള്ളൂ. ഞാൻ അത്രയും കൊടുത്തിട്ടില്ലല്ലോ ശക്തി. വീനസിന് ഫുൾ മാക്സിമം ശക്തി കൊടുത്തേക്കണം ഗൈസ്. സോ കറക്റ്റ് മാക്സിമം അല്ല ഗൈസ്, മാക്സിമം കൊടുക്കണം ഗൈസ്. നമ്മുടെ വീനസിന് മാക്സിമം ശക്തിയാണ് ഗൈസ് ഉള്ളത്. സോ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. സാറ്റേണിൽ നമ്മൾ ഇടിക്കുന്നു കണ്ട ഗൈസ്. വീനസ് ആണ് ഗൈസ്. എന്നാലും അല്ലെങ്കിൽ സാറ്റേൺ ആയിരിക്കണം നമുക്ക് ഇതാക്കേണ്ടത്. ബട്ട് വീനസ് ആണ്.
വീനസിൻ്റെ ഒത്തിരി ഭാഗം കത്തിക്കരിഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ, മെർക്കുറിയും നെക്കുറിയും നെക്കുറി എന്തോ വേർഡാണ് ഈസിൻ്റെ വായിൽപ്പെട്ടെന്ന് തോന്നാണ്. സോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കും. ഞാൻ ധാരണയുമായി സോ സോറി ഗൈസ്, എനിക്ക് മലയാളം വായില്ല. നമുക്ക് നമ്മുടെ എർത്തിന് ഇത്തിരി കൂടി ശക്തിമാനാക്കണം ഗൈസ്. ശക്തിമാന് വീട്ടിൽ അങ്ങനെ നമുക്കൊന്ന് വീനസിന് മാത്രം അത്രയും ഗോൾഡൻ ചാൻസ് കൊടുക്കരുത് ഗൈസ്. എർത്താണ് ഗൈസ് ഇപ്പം ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഗൈസ്. ഇപ്പം ജൂപ്പിറ്ററൊക്കെ വരും ഗൈസ്, അപ്പം ഇത്തിരി വലുതാവും. ഓക്കെ ഗൈസ്, എർത്തിൻ്റെ കൂടെ മൂണും ഉണ്ട് ഗൈസ്. സോ കണക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗാലക്സിയിൽ അങ്ങനെ എർത്തും വന്നു, നെർക്കുറിയും വന്നു, മെർക്കുറിയും വന്നു, വീനസും വന്നു ഗൈസ്. സോ അങ്ങനെ ഇത് ഇപ്പോൾ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓർബിറ്റ് ഇവിടെ കാണാൻ പറ്റുമെന്നല്ല ഗൈസ്, ചെറുതായിട്ട് കാണാമെന്ന് തോന്നുന്നു ഗൈസ്. കണ്ട ഗൈസ്, അപ്പോൾ നമ്മുടെ മൂണും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സ്വയം റൊട്ടേറ്റും ചെയ്യുന്നുണ്ട് ഗൈസ്. സോ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നെർക്കുറി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്, എന്നാലും അറിയില്ല ഗൈസ്. ഇപ്പോൾ ഗൈസ് ഏകദേശം 1 2 3 4 പ്ലാനറ്റ് ആണ് ഗൈസ് ഇനി കിടക്കണേ. എന്തോരം പ്ലാനറ്റ്! അയ്യോ, നമുക്ക് വേഗം ചിലപ്പോൾ ഇതെൻ്റെ ഈ ചാനലിലെ ഏറ്റവും വലിയ ഇതായിരിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഏറ്റവും വലിയ ഇതാവാൻ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. സോ മാർസ് ഓക്കെ മാർസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ച് പ്ലാനിന് മാത്രമേ ഇത്തിരി ശക്തി കൊടുക്കുന്നുള്ളൂ ഗൈസ്. കാരണം അധികം പ്ലാനിന് മാത്രമേ ശക്തി ഒന്നും കൊടുക്കുള്ളൂ ഗൈസ്. നമ്മൾ ഈ പ്രാവശ്യം ചിലപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ജൂപ്പിറ്റർ അല്ല ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഗൈസ് വേറെ ആണ് ഗൈസ്. നമ്മൾ ജസ്റ്റ് 46 കൊടുത്താൽ മാക്സിമം വരുള്ളൂ. ഒരു 9 കൊടുത്താൽ മാക്സിമം 9.0 ആയിരിക്കും ഗൈസ്. അല്ല, അല്ലെങ്കിൽ ജസ്റ്റ് 5 കൊടുത്ത് നോക്കിയാലോ. ഗൈസ്, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, വെറുതെ 1 കൊടുത്ത് നോക്കിയാലോ ഗൈസ്. പിന്നെ അത്രയൊക്കെ ഉണ്ടാടേ, 0 കൊടുത്താലാ സമയം പോകുന്ന എനിക്കറിയാം. ബട്ട് ഗൈസ് അത്രേ ഉള്ളൂ ഗൈസ്. ജൂപ്പിറ്ററിനെ നോക്കി ഗൈസ്, എൻ്റെ പൊന്നേ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും പുതിയ പ്ലാനറ്റ് മെർക്കുറിനെക്കാളും ഡ്രോഫ് പ്ലാനറ്റ് ആയിരുന്നു, കുള്ളൻ ഗ്രഹമായ ഗൈസ്. അത് നമ്മുടെ ഇതിന് എതിരായത് കാരണം നമ്മൾ അതിനെ വലുതാക്കുകയാണ് ഗൈസ്. സോ തിരിച്ച് നമ്മുടെ മാക്സിമത്തിലേക്ക് ഇടാണ് ഗൈസ്. സോ കാരണം സോളാർ സിസ്റ്റത്തിലൊരു മാസം അതൊക്കെ കാണും ഗൈസ്. സോ അത് ജൂപ്പിറ്ററിന് ഉണ്ടാകുമ്പോൾ മൂണൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗ്യാസ് ജോയിൻ്റ് റെഡി. ഇനി വേറെ ഗ്യാസ് ജോയിൻ്റ് ഗൈസ്, ഒരു ഇത്തിരിയും കൂടി ലൈറ്റ് ഇയേഴ്സ് ഗൈസ്. സാറ്റേൺ ദ ഗ്യാസ് ജോയിൻ്റ്. ഓക്കെ, ജൂപ്പിറ്റർ അല്ലേ സാറ്റേണിന് 3 കൊടുക്കണം ഗൈസ്. കാരണം ആ 3 കൊണ്ടാണ് സാറ്റേണിന് ഈ റിങ്സ് ഉണ്ടായിരുന്നു കുറേ ഞാൻ യൂട്യൂബിൽ കണ്ടു ഗൈസ്. അപ്പോൾ നമ്മുടെ ലൂണ മൂണിനെ പോലൊക്കെ തന്നെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതും അങ്ങനെ പോകാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നറിയില്ല ഗൈസ്. കാരണം ഏറ്റവും സ്പീഡ് കൂടുതലായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് നെർക്കുറിയുടെ അല്ലെങ്കിൽ നെർക്കുറിയുടെ ഏറ്റവും സ്പീഡ്, വീനസിൻ്റെ ഇത്തിരിയും കൂടി സ്പീഡ് കുറവാ, മെർക്കുറിക്കും സ്പീഡ് കുറവാ, എർത്തിനും അധികം സ്പീഡില്ല ഗൈസ്. അതായത് നമ്മുടെ ഗോൾഡി ലോക്ക് സോണിലല്ലെന്ന് തോന്നുന്നു എർത്തിരിക്കണം. സോ അത് എർത്ത് ജീവൻ ഉണ്ടാവും എന്ന് പറയാനുണ്ട്. നിങ്ങൾ സാറ്റേണെ തന്നെ കണ്ടില്ല, എന്ത് വൈകിയാൽ വന്നെന്നറിയില്ലേ ഗൈസ്. അപ്പം ഇതൊരു ഞാൻ മൂൺസ് കൊടുത്തണ വേറെ ഒന്നിനല്ല ഗൈസ്. കാരണം എർത്തിനും കൈപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ലേ ഗൈസ്, ആ സംഭവം ഉണ്ടാക്കാൻ ആസ്ട്രോ ബെൽറ്റും കൈപ്പർ ബെൽറ്റും ഗൈസ്. അത് ഉണ്ടാക്കാൻ ഇത്തിരി പാടാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഉണ്ടാക്കാം, ബട്ട് ഇത്തിരി പാടായിരിക്കും അത് ഉണ്ടാക്കണം ഗൈസ് നമുക്ക്. കാരണം അത് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ജൂപ്പിറ്ററൊക്കെ അതിൻ്റെ പുറത്താണ് ഗൈസ് വരേണ്ടത്. സോ മാർസ് എവിടെ? മാർസിൻ്റെ അവിടെ നിന്നാണ് ഈ കൈപ്പർ ബെൽറ്റ് തുടങ്ങുന്നത്. കേസ് ഒന്നും വരുന്നില്ല, ചിലപ്പോൾ റെഡി ആയി വന്നോളും കേസ്. എനിക്ക് കറക്റ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല കേസ്. ഓക്കെ, അതൊന്നും വേണ്ട കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെർക്കുറി ഓക്കെ റെഡിയാണ് കേസ്.
അപ്പോൾ ഗൈസ് നമുക്ക് സണ്ണിന് ഇത്തിരിയും കൂടി വലുതാക്കാൻ സമയമായി ഗൈസ്. കാരണം സണ്ണിന് ഓരോ മിനിറ്റ് കുറച്ച് വർഷം കൂടുന്തോറും സൺ വലുതാവും ഗൈസ്. അത്രയും വലുതാകാൻ അത്രയും വലുതാക്കി നെർക്കുറി അതിൻ്റെ ഇടയിൽപ്പെട്ട് നെർക്കുറി പോവും. പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ 1 2 3 4 5 6 7 പ്ലാനറ്റ്സ് ആയി ഗൈസ്. അപ്പോൾ ഏകദേശം നമുക്ക് അടുത്ത പ്ലാനറ്റായ യുറൈനസ് ഗൈസ്. യുറൈനസ് നമുക്ക് ജൂപ്പിറ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും ഗൈസ്. കാരണം എനിക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ അടുത്ത് പോകണം ഗൈസ്. എന്നാലേ സാറ്റർൻ്റെ അടുത്തേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ സാറ്റർൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സോ സാറ്റർനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തേക്ക് നമ്മൾ യുറൈനസിനെ നോക്കുക ഗൈസ്. അതായത് തലതിരിഞ്ഞ പ്ലാനറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ യുറൈനസിന് അധികം ലൈറ്റ് കിട്ടാനുള്ള ഗൈസ്. കാരണം കണ്ടില്ലേ ഇവിടെ വരുമ്പോൾ ഒരു ഇതാവും ഗൈസ്. നമുക്കൊരു കാര്യം ഗൈസ്, കാരണം കണ്ടില്ലേ സണ്ണ് ഇവിടെയാണ്, യുറൈനസ് ആണെങ്കിൽ ഇത് ഇവിടെയാണ് ഗൈസ്. സോ നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരും ഗൈസ്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഗൈസ്. അതായത് നമുക്ക് ഇത് കൊടുത്താണ് വെട്ടം കുറച്ചേ കിട്ടത്തുള്ളൂ ഗൈസ്. സോ ഐ തിങ്ക് ഗൈസ് നമ്മൾ ചെയ്ത ഇത് തെറ്റിപ്പോയി ഗൈസ്. നമുക്ക് സണ്ണ് തിരിച്ച് നമ്മുടെ റെഡ് ഓഫ് ആയിപ്പോയി ഗൈസ്. കൊണ്ടാലോ അയ്യോ 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 സണ്ണ് ഇനി ഫ്രീസ് കൊടുക്കാൻ പറ്റില്ല ഒത്തിരി. ഓക്കെ, പക്ഷെ അത്ര എനിക്ക് തോന്നണില്ലേ എർത്തിനും അപ്പോൾ വീനസിനൊന്നും കിട്ടത്തില്ലേ. നമുക്ക് കാണിച്ചു സണ്ണിന് ഇത്തിരി കൂടി പവർ കൊടുക്കേണ്ടി വരും ഗൈസ്. പവർ കുറച്ചിടണം ഗൈസ്, എന്നാലേ നമുക്ക് ആവശ്യത്തിനുള്ള പവർ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ 1-ലാണ് ഗൈസ് ഇട്ടേക്കണത്. സോ ഇത്തിരി പവർ ഉണ്ടാവണം ഗൈസ്. ഗൈസ് നമുക്ക് ഇത്തിരി ആവശ്യത്തിന് പവർ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇപ്പോൾ നമുക്കിപ്പോൾ യുറൈനസിന് വിസിബിൾ ആവണം. ഇതുവരെ ആയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇങ്ങനെ കാര്യം ചെയ്യണം ഗൈസ്. യുറൈനസിന് നമുക്ക് ഇത് ചെയ്യണം, ഡിമോളിഷ് ചെയ്ത് കളയണം ഗൈസ്. അതായത് യുറൈനസിനെ ഓർബിറ്റ് വിട്ട് വെളിയിൽ കളയണം ഗൈസ്. സോ ഗ്ലിച്ച് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പേരിടുന്നത് സോളാർ സിസ്റ്റം എന്നല്ല ഗൈസ്, ഗ്ലിച്ച് സിസ്റ്റം എന്നാണ് ഗൈസ്. സോ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. സാറ്റേണിന് കുഴപ്പമുണ്ടാകണം. സാറ്റേണും കാണാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞത് പോലെ ഉണ്ട്. എന്നാലും സാറ്റേണും കാണുന്നില്ലേ. നമുക്ക് സാറ്റേണിനെ അവിടെ നിന്ന് ഓർബിറ്റിൽ നിന്ന് മാറ്റാം. യുറൈനസിനെ മാറ്റാൻ സാറ്റേണിനെ ആദ്യം ഇത്തിരി നീക്കണം കേസ്, എന്നാലേ യുറൈനസിനെ നീക്കാൻ പറ്റത്തുള്ളൂ കേസ്. കാരണം സാറ്റേൺ കഴിഞ്ഞിട്ടാണ് യുറൈനസ് എനിക്ക് കത്തിക്കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേസ്. കാരണം കണ്ട കേസ് കത്തിക്കരിഞ്ഞ് കിടക്കണ കേസ്. അപ്പോൾ സണ്ണിൻ്റെ റേഡിയേഷൻ അധികം സോളാർ എന്തെങ്കിലും സോളാർ ഫ്ലെയിം കൊണ്ടിട്ടുണ്ടാകും കേസ്. സോളാർ സ്റ്റോം അങ്ങനെ പലതും ഉണ്ടാവില്ല. അപ്പോൾ സാറ്റേൺ അങ്ങനെ വിട പറയുന്നു. ജൂപ്പിറ്ററിൽ നോക്കണമെങ്കിൽ എൻ്റെ പൊന്നെ കടക്കുണ്ട് പോലെയാണ് കേസ്. മൂണൊക്കെ കത്തിക്കരിഞ്ഞു പോയിട്ടോ കേസ്. കാരണം സണ്ണിന് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്ത ചെറിയൊരു പൊട്ടത്തരായിപ്പോയി കേസ്. കാരണം സണ്ണിൻ്റെ ഇടക്കിടക്ക് നമ്മൾ സണ്ണിൻ്റെ ഫ്ലെയിം കൂട്ടി കേസ്. ഫ്ലെയിം കൂട്ടുമ്പോൾ അത് ഹാബിറ്റബിൾ ആവാൻ ചാൻസ് ഇല്ല കേസ്. അതായത് അപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള കുറേ പൊട്ടായിട്ടുണ്ട്. അയ്യോ മെർക്കുറിക്ക് അത് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും. മെർക്കുറിക്കും വീനസ് എൻ്റെ പൊന്നെ വീനസ് ശരിക്കും വീനസായി ഗൈസ്. ഗൈസ് നമുക്ക് കുറച്ചൊക്കെ അപ്പോൾ എർത്താം എൻ്റെ പൊന്നേർ. ഗൈസ് അപ്പോൾ എർത്തിൻ്റെ ഇത് അത്രക്കും ഇതില്ല, എന്നാലും ഇത് പോയിട്ടുണ്ട്. എർത്തിന് ഇങ്ങനെ കുറേ നമ്മുടെ രാജ്യങ്ങൾ മൊത്തം കോണ്ടിനെൻ്റ് മൊത്തം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടായി പോയിട്ടുണ്ട്. സോ എനിക്ക് തോന്നണല്ലേ നമുക്ക് ഇത് എല്ലാം ഹാബിറ്റബിൾ ആക്കാൻ പറ്റുന്നല്ലേ. എർത്തും കുഴപ്പമില്ല, പക്ഷെ വീനസിനൊക്കെ മാറ്റേണ്ടി വരും ഗൈസ്. വീനസ് ഓൾസോ വീനസ് ബൈ ഗൈസ്. ഓക്കെ, വീനസ് അനദർ വീനസ്. നമ്മൾ ഈ പ്രാവശ്യം വീനസിന് അത്രയും വലുതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ പ്ലാന്റ്സിനാണ് തോന്നുന്നു കൂടുതലും കിട്ടിയേക്കണം. നമ്മൾ മെർക്കുറീനെ അത്ര ആക്കില്ല. അപ്പം നെർക്കുറിയും കത്തിപ്പോയി, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി കത്തിക്കിടക്കണമായിരുന്നു. സോ ഓൾറെഡി കത്തിക്കിടക്കണമായിരുന്നു തോന്നുന്നു. ഓൾറെഡി കത്തിക്കിടക്കണേ പിന്നെ വലിയ ഇല്ല. ഓക്കെ, അപ്പോൾ ജൂപ്പിറ്റർ കത്തിക്കരിഞ്ഞ് കിടക്കണമെന്ന് വെച്ചാൽ അത്രയും കത്തിക്കരിഞ്ഞിട്ടല്ല, എന്നാലും വലിയ ഇതില്ല. നമുക്ക് വലിയ ആവശ്യമില്ലല്ലോ. സോ മാർസ് അതും കത്തിക്കരിഞ്ഞു പോയി കേസ്. നമ്മൾ ചെയ്തത് പൊട്ടത്തരായിപ്പോയി കേസ്. കാരണം മാർസിന് അങ്ങനെ വെറുതെ ചെയ്യരുതായിരുന്നു കേസ്. സണ്ണിനെ വെറുതെ ഇട്ട് നമ്മൾ ചെയ്തു കേസ്. അപ്പോൾ
അപ്പോൾ ഒരു പുതിയ ഓർബിറ്റിൽ കൊടുക്കേണ്ടി വരും ഗൈസ്. കാരണം വീനസ് ഇപ്പോൾ വേറെ ഓർബിറ്റിലാണ്. സോ അപ്പം അതും നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കാൻ, വീനസ് അല്ല, സിസ്റ്റത്തിനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. കാരണം സണ്ണിൻ്റെ ഓർബിറ്റ് ഇപ്പം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഓർബിറ്റ് ഗൈസ്, വീനസ് അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വീനസ് എങ്ങനെ ഓർബിറ്റ് തെറ്റി വന്നാൽ മാർസിന് ഇടിക്കും ഗൈസ്. സോ ചെറിയതുണ്ട് ഗൈസ്. ജൂപ്പിറ്റർ ഇപ്പോൾ അവിടെ ആയത് കാരണം സാറ്റൺ അതിനേക്കാൾ ഇതാക്കണ്ട. അപ്പം ജൂപ്പിറ്ററിനെ മാറ്റേണ്ടി വരും ഗൈസ്. ജൂപ്പിറ്ററിനെ മാറ്റിയിട്ടും വലിയ കാര്യം ഉണ്ടാകുന്നറിയില്ല ഗൈസ്. കാരണം ജൂപ്പിറ്റർ ഓൾറെഡി കത്തിയിട്ടുണ്ട് ഗൈസ്. യെല്ലോ ഡ്രോ കേസ്. അപ്പോൾ നമുക്ക് ജൂപ്പിറ്ററിന് എർത്തിൻ്റെ അത്ര ഒന്നും ആക്കണ്ട ഗൈസ്. നമുക്ക് ഇത് ഇവിടെ നിർത്താം ഗൈസ്. കാരണം ഇനിയും 30ഓളം പ്ലാനറ്റ്സ് വരാനും കിടക്കണേ. സോ ഇത് പാട്ട് ചെയ്യേണ്ടി വരും തോന്നുന്നു എനിക്ക്. കേസ് നമുക്ക് പിന്നെ ഓർബിറ്റിലാണ് കേസ്. അപ്പോൾ ജൂപ്പിറ്റർ ഓർബിറ്റിലല്ല ഗൈസ്. കാരണം അപ്പോൾ വേറെ പ്രശ്നം വരും കേസ്. അതായത് ചിലപ്പോൾ എർത്തിൻ്റെ മൂവ് വന്ന് ജൂപ്പിറ്ററിന് ഇടിക്കാനും ചാൻസ് ഉണ്ട്. കാരണം പിന്നെ ജൂപ്പിറ്റർ ഇപ്പോൾ നേരെ പ്ലാനറ്റ്സിൻ്റെ അടുത്തേക്ക് വരും ഗൈസ്. അപ്പോൾ നമുക്ക് അത്രയും ഇത് നിൽക്കാൻ പറ്റില്ല ഗൈസ്. സോ ജൂപ്പിറ്റർ ഓൾസോ ഡെഡ് ഗൈസ്. അയ്യോ, വേറെ ജൂപ്പിറ്ററും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സാറ്റേൺ ഗൈസ്. എനിക്ക് ഇത്രയും തോന്നുന്നു ഗൈസ്. കാരണം സാറ്റേൺ ഒക്കെ ഇതാണ് ഗൈസ്, ഗോൾഡിലോക്ക് സോണിൻ്റെ പുറത്താണ് ഗൈസ്. പിന്നെ ഒരു മൂണുണ്ട് ഗൈസ് ഇവിടെ. സോ നമുക്ക് ആ മൂണിൻ്റെ ഓർബിറ്റ് കറക്റ്റായിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ മൂണിനെ വെറുതെ ഒക്കെ കളയണ്ടല്ലോ ഗൈസ്. നമുക്ക് എർത്തിന് രണ്ട് സാധാ കുറേ പ്ലാനറ്റ്സിന് 2-3 മൂണൊക്കെ ഉണ്ടാവില്ലേ. നമ്മുടെ എർത്തിന് മൊത്തം 1 മൂണല്ലേ ഉള്ളൂ. രാത്രി എല്ലാവരും സൂയിക്കട്ടെ ഗൈസ്. രാത്രി 2 മൂണിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കും ഗൈസ്. സോ താങ്ക് മീ ലേറ്റർ ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ, നമുക്ക് തന്നെ എർത്തിൻ്റെ മൂൺ വരുമോയെന്ന് അറിയില്ല ഗൈസ്. എന്നാലും ചെറുതായിട്ട് നമുക്ക് ഇപ്പം ഈ മൂൺ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. സോ അടുത്ത പ്ലാനറ്റായി യുറൈനസ് ഗൈസ്. യുറൈനസും റെഡി ഗൈസ്. അപ്പം നമുക്ക് അടുത്തത് നെപ്റ്റ്യൂൺ. അത് എർത്തിൻ്റെ ഇതിൽ തന്നെ വെക്കണം ഗൈസ്. കാരണം എർത്തിൻ്റെ ഇവിടെ തന്നെ ഓർബിറ്റിൽ തന്നെ വെക്കാം ഗൈസ്. നെപ്റ്റ്യൂൺ അപ്പോൾ നെപ്റ്റ്യൂണിൻ്റെ ഇതൊന്നും റെഡിയാക്കി. ബട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. കാരണം നേരെ എർത്തിൻ്റെ അടുത്ത് മേടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ വെക്കുന്ന എല്ലാത്തിനും ഒരു കുഴപ്പമില്ല, എൻ്റെ ഓർബിറ്റിലായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എർത്തിൻ്റെ സൈഡിൽ കൂടി പോയത് ചെറിയൊരു ഇതുണ്ട്. കാരണം നെപ്റ്റ്യൂൺ ഒരു വിയർഡ്ലി പ്ലാനറ്റാണ്. പ്ലാനറ്റ് എക്സിനെ ഇതാക്കില്ല. സോ നമുക്ക് നെപ്റ്റ്യൂണ് ഇത്തിരി ദൂരത്ത് വെക്കേണ്ടി വരും. ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാ പ്ലാനറ്റ്സിനേക്കാളും എതിരെയാണ് ഗൈസ്. ഫിസിക്സിൻ്റെ എതിരെയാണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം നെപ്റ്റ്യൂൺ ബാക്ക്വേർഡ്സ് ആയിട്ടാണ് ഗൈസ് പോകുന്നത്. സോ ചിലപ്പോൾ അവിടെ നൈറ്റ് ആകുമ്പോൾ നമുക്കിവിടെ അവിടെ ഫസ്റ്റ് നൈറ്റ് സെക്കൻഡ് രാത്രിയാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് മെർക്കുറിനെ ഗൈസ് അതല്ല ഗൈസ്. നെപ്റ്റ്യൂൺ അങ്ങനെയല്ല ഗൈസ്. അങ്ങനെ തന്നെ ഗൈസ്. മെർക്കുറി ഗൈസ്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർബിറ്റ് മാറിപ്പോയി ഗൈസ്. സോ നമ്മളിങ്ങനെയാണ് ഗൈസ് കൊടുത്തത്. അതായത് ഇങ്ങനെയാണ് പോകുന്നത് ഗൈസ്. അത് എനിക്ക് സർക്കിളായിട്ട് പോകുന്നു. നമുക്കിപ്പോൾ ഇങ്ങനെ കൊടുക്കാം ഗൈസ്. ഇപ്പം മര്യാദക്ക് പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, അടുത്ത പ്ലാനറ്റ് അത് ഇതുവരെ കണ്ടുപിടിച്ചല്ലേ ഗൈസ്. ആകെ 8 പ്ലാനറ്റ്സേ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇപ്പോൾ. ബട്ട് നെക്സ്റ്റ് പ്ലാനറ്റ് എക്സ് ഗൈസ്. എനിക്ക് വേറെ പേരൊന്നും അതിന് വരുന്നില്ല ഗൈസ്. സോ ഞാൻ പ്ലാനറ്റ് എക്സ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതായത് ഇപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിൽ ഇപ്പോൾ 9 പ്ലാനറ്റ്സായി മെർക്കുറിനോട് കയറ്റിയിട്ട് പ്ലാനറ്റ് എക്സ്. അതായത് ഇപ്പോൾ 10 പ്ലാനറ്റായി ഗൈസ്. അതായത് ഇനിയും 20 more ഗോ ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്കിതിന് കാരണം അത് ഐസ് ജയൻസിൻ്റെ കൂടെ ഇരിക്കുന്ന കാരണം ഇതിന് നമുക്ക് കൂടുതൽ ബ്ലൂ കളർ ആയിരിക്കും ഗൈസ് വേണ്ടത്. നമുക്ക് ഡാർക്ക് ബ്ലൂ കയറ്റണം ഗൈസ്. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഇവിടെ ലൈറ്റ് ബ്ലൂവും കൊടുക്കും ഗൈസ്.
അങ്ങനത്തെ കളറുള്ള ഒരു ഇതായിരിക്കണം ഗൈസ്. പ്ലാനറ്റ് എക്സിൻ്റെ ഇത് ജൂപ്പിറ്ററിൻ്റെ അത്രയും വേണം ഗൈസ്. പിന്നെ ഒരു ഇതും വേണമല്ലോ ഗൈസ്, ചെറിയ എന്താ പറയുക ശക്തികളും. ഓക്കെ, ഇതാണ് ഗൈസ് പ്ലാനറ്റ് എക്സ് ഗൈസ്. എൻ്റെ മോനെ ഫോളി ജൂപ്പിറ്ററിൻ്റെ അത്രയൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പ്ലാനറ്റ് എക്സ് ആണ് ഗൈസ്. ഇപ്പോൾ 10 പ്ലാനറ്റ്സ് ആയി ഗൈസ്. ഓക്കെ, അപ്പോൾ മൂണിനെയും വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ പോണെയാണെങ്കിൽ ചിലൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. കാരണം ഈ മൂണുണ്ടല്ലോ ഗൈസ്, ഈ മൂൺ അത് ജൂപ്പിറ്ററിന് നമുക്ക് നശിപ്പിച്ച ജൂപ്പിറ്റർ അല്ലേ ഗൈസ്. ആ ജൂപ്പിറ്ററിൻ്റെ മൂണും വേറൊരു മൂണും ഓർബിറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ജൂപ്പിറ്ററിൻ്റെ മൂന്ന് വെച്ചിട്ടുണ്ടായതെന്ന് അറിയില്ല, അത് കാണുന്നില്ല ഗൈസ്. ഇപ്പോൾ 2 മൂൺ ഓർബിറ്റിലുണ്ട് ഗൈസ്. സോ അതും നമ്മുടെ പ്ലാനറ്റ്സിന് ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഞാൻ സാറ്റേൺ പ്ലാനറ്റിൽ നിന്ന് ഡ്രിഫ്റ്റ് ആയി പോണേണോ എന്നറിയില്ല ഗൈസ്. കാരണം പ്ലാനറ്റ് എക്സിൻ്റെ അപ്പുറത്താണ് ഈ സാറ്റേൺ കിടക്കുന്നത്. ആൻഡ് സാറ്റേൺ പോകുന്നത് ഭയങ്കര സ്ലോയിലാണ് ഗൈസ്. പ്ലാനറ്റ് എക്സ് ആണെങ്കിലും സ്ലോയിൽ തന്നെയാണ് ഗൈസ്. മെർക്കുറി ആണെങ്കിൽ ഇപ്പോഴും സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അടുത്ത പ്ലാനറ്റാണ് പ്ലാനറ്റ്. ഇനി നമുക്ക് പ്ലാനറ്റ് റാഷണൽ നമ്പേഴ്സിൽ വിളിക്കും, എക്സ് അങ്ങനത്തെ നമ്പറിലൊക്കെ വിളിക്കും. സോ കസ്റ്റം പ്ലാൻ. അടുത്തത് ഒരു റെഡിഷ് കളറായിട്ടുള്ള എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാനറ്റ് ഇഷ്ടം. ഇങ്ങനെ ഗ്യാസ് ജയൻ്റ് ആക്കണം, റോക്കി പ്ലാനറ്റ് ആക്കണം. 1 2 3 4 5 6 7 8 11 12 13 14 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ഗ്യാസ് ജയൻ്റ് ആണ് പ്ലാനറ്റ്. ഇങ്ങനെ എനിക്കെന്തോ ഇങ്ങനത്തെ ഒരു ഇടാല്. സോളാർ സിസ്റ്റത്തിൻ്റെ 11ാമത്തെ പ്ലാനറ്റാണ്. സോ എനിക്കെന്തൊരു ഇങ്ങനൊരു പേരിടാൻ തോന്നുന്നു. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തോന്നുന്നു. ഇനി 2 പ്ലാനറ്റും കൂടി ചെറിയ പ്ലാനറ്റ്, ബാക്കിയെല്ലാം വലുതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഇതൊരു കളർഫുൾ പ്ലാനറ്റാണ് ഗൈസ്. ഈ പ്ലാനറ്റ് ഹാബിറ്റബിൾ ആക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ ഹാബിറ്റബിൾ ആക്കണ്ടേന്ന് അറിയില്ല ഗൈസ്. ഇപ്പം സോളർ സിസ്റ്റം അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒന്ന് ആലോചിച്ച ഗൈസ്, നാളിതൊക്കെ ടെറഫോം ചെയ്യണമെങ്കിൽ എൻ്റെ പൊന്നെ മനുഷ്യർക്ക് പിന്നെ വംശനാശം ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഓർബിറ്റ് ചെയ്ത് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ മൂണില്ലേ ഒരു മൂണില്ലാത്ത മൂൺ ഇപ്പം നെപ്റ്റ്യൂൺ ഇടിച്ചില്ല. ഇപ്പം തന്നെ ഗൈസ് എനിക്ക് തോന്നുന്നു ഏതൊരു പ്ലാനറ്റ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് എന്തോ ഒരു ഫീൽ പോലെ ഗൈസ്. നോ ഗൈസ്, നമ്മുടെ ഹോം പ്ലാനറ്റ് എർത്ത് പോയി ഗൈസ്. ഗൈസ് എനിക്ക് തോന്നുന്നു ഏതൊരു ഞാൻ വിചാരിച്ച പോലെ അല്ല ഗൈസ്. മറ്റേ 2ാമത്തെ മൂൺ എർത്തിന് ഇടിച്ചിട്ടുണ്ട് ഗൈസ്. അതാണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് കറക്റ്റായിട്ട് തോന്നണല്ലോ ഗൈസ്. എനിക്ക് നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് മാർസിൻ്റെ ഇടയിലൊക്കെ ഇവിടെ നിർത്താം ഗൈസ്. എർത്തിനെ പഴയതുപോലെ ചെറുതാക്കിയിട്ടുണ്ട്. പ്ലാനറ്റ് ഓൾവേസ് ഗുഡ് പ്ലാനറ്റ് ഗൈസ്. പിന്നെ അത് ഓൾറെഡി പൊട്ടിയിരിക്കണമായിരുന്നല്ലേ. സോ അതിൻ്റെ ഇടയിൽ അങ്ങനെ പോയിരിക്കും ഗൈസ്. എൻ്റെ പിന്നെ നമുക്ക് ഇവിടെ എർത്തിൻ്റെ മൂൺ കറക്റ്റ് റേഷ്യോയിലല്ല ഗൈസ് പോണം. പിന്നെ ഗൈസ് പ്ലാനറ്റ് എക്സ് 11 കത്തിയ എന്ത് ഗൈസ്, എന്ത് പറ്റണേ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഗൈസ്. ആൻഡ് ഇറ്റ് ഈസ് ഡ്രിഫ്റ്റിങ് അവേ ഗൈസ്. കുറേ മൂണുണ്ട്, കുറേ മൂന്നാം വെച്ചെടുത്തണം മാസം കേസ്. അത് പോയി കേസ്. കാരണം എനിക്ക് ഡൗട്ട് ഉണ്ട് കേസ്. കാരണം പ്ലാനറ്റ് എക്സ് അങ്ങോട്ടേക്കാണ് കേസ് പോകുന്നത്, ഈ ഗാലക്സിയുടെ ഇപ്പുറത്ത്. സോ അത് വരാനുള്ള ചാൻസ് അധികം കുറവാണ് കേസ്. പിന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേസ്. അങ്ങോട്ടല്ല കേസ് പോകണ്ടേ, ഇങ്ങോട്ടാണ്. അത് അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ആയി കേസ്. ആൻഡ് എൻ്റെ മൂന്നും അതും ഡ്രിഫ്റ്റ് ആയി പോയില്ല കേസ്. അത് കൂടുന്നുണ്ട് ചെറുതായിട്ട്, എനിക്ക് തോന്നണം കൂടുന്നുണ്ടെന്ന് തോന്നുന്നു കേസ്. അതുകൊണ്ട് പ്ലാനറ്റ് എക്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം കേസ്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഏതെങ്കിലും ഇവിടുത്തെ ലൈൻ കണ്ട കേസ്, അതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ തന്നെ പിടിച്ചു നിർത്താം കേസ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകണം കേസ്. തന്നെ
ഓക്കെ സ്റ്റോപ്പ്. ടൈം. കേസ് നെപ്റ്റ്യൂണിനെ നിർത്തിയ പോലെ നമ്മൾ പ്ലാനറ്റ് എക്സെല്ലിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ ദ നെക്സ്റ്റ് പ്ലാനറ്റ് XLL. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും എടുക്കാം. ഇതൊരു ഹാബിറ്റബിൾ പ്ലാനറ്റാണ്. സോ അവലോണ എന്ന് പറഞ്ഞത് പ്ലാനറ്റാണ് ഗൈസ്. എനിക്ക് അവലോണ എന്ന് പറഞ്ഞ വായിക്കിട്ടത് വേണമെന്ന് വേണ്ട. പ്ലാനറ്റ് അയ്യോ അതിൻ്റെ ഇത് ഇത്രയും കൂടി റോക്കി പ്ലാന്റ് ഗൈസ്. പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് ഇതുവരെയായിട്ട് നമ്മൾ ഒരു സോളാർ സിസ്റ്റത്തിൽ അധികം ഇത്രയും പ്ലാന്റ്സ് ഇല്ലേ, കൂടിപ്പോയ 10 അത്ര പ്ലാനറ്റേ ഉള്ളൂ. സോ ന്യൂ പ്ലാനറ്റ് എക്സിന് ഞാൻ ആ ഓർബിറ്റ് അറിയാണ്ട് മാറ്റിക്കളഞ്ഞേ. സോ മര്യാദ കഴിക്കണം പ്ലാനറ്റ് എക്സ് ഇപ്പോൾ എക്സലിന് ഇപ്പം മര്യാദക്കല്ലേ. സോ ഇറ്റ്സ് ഗോയിങ് ബാക്ക്വേർഡ്സ് ഗൈസ്. എൻ്റെ പൊന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ പോകണം ബാക്ക്വേർഡ്സ് ആണോന്ന് ഡൗട്ട് ഉണ്ട്. കാരണം ഈ വളയുന്നുണ്ട്. വളയ മീൻസ് കേസ് എന്തുവാടെ എർത്ത് ഇടക്കിടക്ക് വെറുത്തുമല്ലേ ഗൈസ്. മെർക്കുറി പോയി ഗൈസ്. അതെന്ത് കുറേ പ്ലാന്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം കുറേ പ്ലാന്റ് വരുമ്പോൾ അങ്ങാട്ടി ഇടിക്കും ഗൈസ്. അതാണ് ഈ പ്രശ്നം തന്നെ ഗൈസ്. അഗെയിൻ മെർക്കുറിനെ നമുക്കിവിടെ വെക്കേണ്ടി വരും. വെച്ചു ഗൈസ്. ആൻഡ് നമുക്കൊരു വിളിക്കാത്ത അതിഥിയുണ്ട് ഗൈസ്. അതായത് നമ്മുടെ 2010 വരെ 9ാം പ്ലാനറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ പ്ലൂട്ടോ ഇതാ വന്നു. ഏറ്റവും കുള്ളൻ ഗ്രഹം ആയതുകൊണ്ടാണ് ഈ സിനിമ ആക്കാത്തത് വയസ്സ്. അതിന് കുള്ളൻ ഗ്രഹത്തിൽ നിന്ന് നമ്മൾ ജൂപ്പിറ്റർ ഗ്രഹമാക്കാൻ പോണേ ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? അതിനെ ഇപ്പം പ്ലൂട്ടോനെ ഇത്തിരി വലുതാക്കിയിട്ടുണ്ട് ഗൈസ്. പ്ലൂട്ടോ തന്നെ വിളിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, പ്രദേശം ഓക്കെ 1 2 3 4 5 6 7 8 9 10 11 12 പ്ലാനറ്റ് ആയിട്ടുള്ള ഗൈസ്. അതെ 12 പ്ലാനറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഗൈസ്. ഓക്കെ, അടുത്ത പ്ലാനറ്റ് നമുക്കങ്ങനെ വേഗം ചെയ്തു പോകാം ഗൈസ്. നമുക്കിനി ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇടാം ഗൈസ്. കളർ ബ്ലാക്ക്, കളർ റെഡ്. ഓക്കെ, ഇത് അങ്ങനെ വേണ്ട ഗൈസ്. നമുക്ക് ഇത് ഇത്തിരി ചെറിയ ഗ്രഹമാക്കി വെച്ചാൽ ഗൈസ്. ഇത്തിരി ചെറിയ ഗ്രഹം എല്ലാത്തിനും വലുതാക്കി വെച്ചാൽ പണിയാണ് ഗൈസ്. കാരണം എല്ലാം കൂടി അങ്ങാട്ടി ഇടിച്ചിടിച്ച് പിന്നെ അതിന് സീനാവും ഗൈസ്. സോ റിസ്ക് എടുക്കണ്ട ഗൈസ്. ഓക്കെ ഗൈസ്, ഓ അതിനില്ലല്ലോ. ഓക്കെ, അതൊക്കെ റെഡി. അതൊക്കെ സെറ്റ്. ഓ നോ പൊട്ടി ഗൈസ്. പൊട്ടിത്തെറിച്ചേ. നമ്മ ഇതിൻ്റെ ഓർബിറ്റ് മാറ്റിയില്ല ഗൈസ്. ഓർബിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചേഞ്ച് ചെയ്യണം ഗൈസ്. അതാണ് പ്രശ്നം വന്നത് ഗൈസ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. നമ്മുടെ ഈ ഓരോ എർത്തും മെർക്കുറി ഒരുമിച്ച. അയ്യോ പണ്ടാരം ഗൈസ്. ചെറുതായിട്ടുള്ള പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യന്മാരെ എവല്യൂഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നേ ചെറുത്തിൽ. ഇപ്പോഴാണ് ചെറിയ പൊട്ടലും അതുപോലെ കാണുന്നു കേസ്. NP64 ജൂപ്പിറ്ററിൻ്റെ അടുത്തിരിക്കുന്നു ഗൈസ്. സംതിങ് ഫിഷി. അവ രണ്ടുപേരും ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, സംഹൗ പ്ലാനറ്റ് XL പുറത്തെത്തിയിരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും പ്ലാനറ്റ്സ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനിയും കുറേ കിടക്കുന്നു ഗൈസ്. നമുക്ക് അടുത്ത പ്ലാനറ്റ് ഇവിടെ നോക്കാം ഗൈസ്. ഇത് ലൈഫ് കണ്ടെയ്നിങ് പ്ലാന്റ് പോലെ ഉണ്ട്. സോ അതും റെഡി
ഗൈസ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഇതൊക്കെ വേറൊരു സോളാർ സിസ്റ്റം ആണ്. സോ അതിൻ്റെ ഉള്ള പ്ലാനറ്റിനെ നമ്മൾ പിടിച്ച് നമ്മുടെ ഗ്ലിച്ച് സോളാർ സിസ്റ്റത്തിൽ കയറ്റണ കാരണമാണെന്ന് തോന്നുന്നു. അവർക്ക് നമ്മുടെ ഓർബിറ്റ് വെച്ചെടുത്ത് ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. കാരണം എർത്തിനെയും മെർക്കുറിനെയൊക്കെ വെച്ചപ്പോൾ അവർ മര്യാദക്കുള്ള അവരുടെ ഓർബിറ്റിലാണ് യൂസ് പോയത്. സോ അങ്ങനെയാണ് ചാൻസ് ഗൈസ്. എന്ത് പറയാന്. പിന്നെ ഗൈസ് നമുക്ക് ഇതൊക്കെ ഇവിടെ നിർത്തേണ്ടി വരും ഗൈസ്. കാരണം ഇത് ബാറ്റിൽ ഷിപ്പിന് വെച്ചേക്കാം ഗൈസ്. പിന്നെ ഒരു ഗാലക്സി ഗ്രാവിറ്റി ജനറേറ്റർ ഗൈസ്. കാരണം ചിലപ്പോൾ എങ്ങാനൊരു മൂൺ താളം തെറ്റി വന്നാൽ ഈ ഗ്രാവിറ്റി പിടിച്ച് നിർത്തുമെന്ന് തോന്നുന്നു ഗൈസ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഇങ്ങനൊരു പ്ലാനറ്റ് എക്സൽ അതിനെ പൊട്ടിത്തെറിപ്പിച്ച് ഗൈസ് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അതായത് നമ്മൾ ഓരോത്തിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് ചെയ്യേണ്ടി വരും ഗൈസ്. ആൻഡ് ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് വെച്ചാൽ സണ്ണിന് അത്രയും ലൈറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറയാനും പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നോക്കട്ടെ. ഓക്കെ, പിന്നെ ഒരു നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇവിടെ നിന്നൊരു പ്ലാനറ്റ് എടുത്തിട്ട് ഇത് വലുതാക്കാം ഗൈസ്. ഡോട്ട് മാറ്റിക്കണം ഗൈസ്. വലുതാക്കാം ഗൈസ്. നമുക്ക് ഓരോ പ്ലാനറ്റിനെ ഇനി ഇത്തിരി കൂടി ഇതാക്കണം ഗൈസ്. കാരണം അവരുടെ ഈ ഓർബിറ്റ് പോണ് ഗൈസ് അങ്ങാട്ടിങ്ങാട്ടും ഗൈസ്. അപ്പോൾ 2060 എൻ്റെ പൊന്നെ ഗൈസ്. അങ്ങനെ വി ആർ ഫൈനലി ഗോയിങ് ടു എൻഡ് ദിസ് സെഞ്ചുറി ഗൈസ്. ഗൈസ് വീനസും മെർക്കുറിയും ഒരുമിച്ചാണ് ഗൈസ്. അപ്പോൾ ഒരു പ്ലാനറ്റിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് വീനസിനെ അവിടെ നിന്ന് മാറ്റിയല്ല ഗൈസ്. നമുക്ക് ഇനി വീനസിൻ്റെ ഓർബിറ്റ് ഇങ്ങനെ ആക്കും ഗൈസ്. മെർക്കുറി അല്ല, മാർസാണ്. നമുക്കൊരു ഇത് വേണം ഗൈസ്. നമ്മുടെ സാറ്റാണ്. എർത്തൊക്കെ പോയി ഗൈസ്. കാരണം എർത്ത് പോയിട്ടില്ല ഗൈസ്. ഇതുവരെ എർത്ത് പോയിട്ടില്ല ഗൈസ്. സംഭവം എർത്ത് സർവൈവ്ഡ് ഗൈസ്. ഓക്കെ ദേ ഇന്ത്യ ഗൈസ്. ഇന്ത്യ ഗൈസ്. 2060 ഗൈസ്. എനിക്കിപ്പോൾ 68 വയസ്സാവാറായി ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ ആൻഡ് ഈ സെഞ്ചുറി ഇപ്പം കഴിയും ഗൈസ്. നമുക്ക് 2000 സെഞ്ചുറിയിൽ 21,000 ഇതാക്കണം. ഓക്കെ സംഭവം പ്ലാന്റ് എക്സൽ. പിന്നെയും സിനിമ ഡൗട്ട് ഉണ്ട്. മിസ്റ്റീരിയസ് പ്ലാന്റ് ആണ്. ഓക്കെ ഇനി സയൻറ്റിസ്റ്റിന് ഇതായിരിക്കും ഗൈസ് പണി. മൊത്തം പ്ലാനറ്റ്സ് അല്ലേ ഇവിടെ. ഇവിടെ മൊത്തം സയൻറ്റിസ്റ്റ് അങ്ങനെ ഫുൾ പ്ലാനറ്റ്സിൻ്റെ കളിയാണ് ഈ സിനിമ മൊത്തം. ഓക്കെ ഇനി ചെറിയ ഇതൊക്കെ കഴിച്ചു. കാരണം അധികം വലുതാക്കി വെച്ച പണിയാണ്. വലിയ ഗ്രഹമൊന്നും ഇല്ല. വലിയ ഗ്രഹമൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങോട്ടേക്ക് പോയി ഇത്ര ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കി. ഇത് ഡ്രിഫ്റ്റ് ആണ് ഗൈസ്. കാരണം അതിൻ്റെ ഓർബിറ്റ് ഒക്കെ ഗൈസ് എവിടെയാണ് ഗൈസിൻ്റെ ഓർബിറ്റ് വേറെ ഇങ്ങോട്ടാണ് ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇയർഫോൺ മാറ്റി വെച്ചങ്ങനെയാണ്. സോ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാം റെഡിയായിട്ടിരിക്കണതാണ് ഗൈസ്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഗൈസ്. നമ്മുടെ സിസ്റ്റത്തിൽ ഏകദേശം കുറച്ചധികം ഹാബിറ്റുകൾ ഇതില്ല ഗൈസ്. സോ അതൊക്കെ ജനറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് തരാൻ പറഞ്ഞ ഇടാൻ നമ്മുടെ ഫ്രോസൺ പ്ലാനറ്റ്. അതായത് ഇതൊരു ഫ്രോസൺ ഐസേജ് പ്ലാനറ്റ് ആണ് ഗൈസ്. ഇപ്പം കുറച്ച് പൈസ വെയിറ്റ് മിനിറ്റ്സ്. ഐസ് ആയിക്കോളും ഗൈസ്. എനിക്ക് ഐസ് പ്ലാന്റ് ആണ് ഗൈസ്. ബട്ട് ഇത് ഐസ് അല്ല. ഇപ്പോൾ സണ്ണിൻ്റെ അടുത്താണല്ലോ ഗൈസ്. ഇത്ര ഐസ് ആവത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്ത് വന്നാലും ഒരു കുളഗ്രഹം ഇല്ലാണ്ടൊരു സോളാർ സിസ്റ്റം റെഡി ആവത്തില്ല ഗൈസ്. അപ്പോൾ ഒത്തിരി ദൂരത്ത്, അതായത് ഇവിടെ ഒരു ഗൈസ് നമുക്ക് ഒരു കുളഗ്രഹമായിട്ടൊരു കസ്റ്റമൈസ്ഡ് പ്ലാന്റ് ഉണ്ടാകും. ഇത്തിരി ഭയങ്കര ഡാർക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഇങ്ങനെ ഇരിക്കും ഗൈസ്. ഓക്കെ ആൻഡ്
ഏറ്റവും ലാസ്റ്റ് പ്ലാനറ്റ് ഭയങ്കര ഡാർക്കായ കാരണം കാണാൻ പറ്റില്ല. സൾഫർ സൂട്ട്. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ സയന്റിസ്റ്റ് കുറച്ച് പെടും ഗൈസ്. ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ്, കാരണം എല്ലാം അടുത്തടുത്തൊക്കെ തന്നെയല്ലേ ഗൈസ്. ഇത് എർത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർബിറ്റ് ഉണ്ട്, ഇത്തിരി ലൈൻ കൂടുതലായുണ്ട് ഗൈസ്. കാരണം എൻ്റെ ദൂരത്തായതാണ് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സമയം പിടിക്കും. ഓക്കെ ഗൈസ്, MP30 ഇതിനെ കുറേ പ്ലാൻസ് ഞാൻ കാണുന്നു. കുറച്ചും കൂടെ ലേസ് വേഗം ഒരു 10 നമുക്ക് ഒരു ഇത്തിരി വേഗം ചെയ്ത് തീർക്കാം. വേഗം നമുക്ക് ചെയ്ത് തീർക്കാം. നമുക്ക് ഓർബിറ്റ് ഒക്കെ നല്ലോണം അടുത്ത 89 ആവുന്നു. ലൈറ്റ് 20 ആവുന്നു. 20th പ്ലാനറ്റ് ഓഫ് ദി ഇതാണ്. നമുക്കിത് 20ാമത്തെ പ്ലാനറ്റ് ആയതാണ് പ്ലാനറ്റ് 20, അതായത് 20. ഇതിൻ്റെ കളർ ഇത്തിരി പർപ്പിൾ കളറാണ്. എനിക്ക് ഇപ്പോഴേ ഓർമ്മ നമുക്കിതൊരു പർപ്പിൾ പ്ലാനറ്റ് ഇല്ല. ഓർബിറ്റൊക്കെ ഭയങ്കരമായിട്ട് കൊളാപ്സ് ആവും ഗൈസ് മിക്കത്. കാരണം ഇപ്പം തന്നെ കുറേ പ്ലാനറ്റ് കൊളാപ്സ് ആയി പോയി ഗൈസ്. 20 പ്ലാനറ്റ് ആയി ഗൈസ്. അത് 10 more planets to go ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി കുറച്ചധികം കുള്ളംഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഗൈസ്. കാരണം കുള്ളംഗ്രഹം ഇല്ലാണ്ടതില്ല. പർപ്പിൾ അത് തന്നെ വേണ്ട നമുക്കൊരു 0.400 കുള്ളംഗ്രഹം കാണാൻ പറ്റത്തില്ല. കാരണം വലിയ കാര്യമാണ്. നമുക്ക് സണ്ണിൻ്റെ ദൂരത്ത് കാണാൻ കുള്ളംഗ്രഹമായത് കാരണം അദ്ദേഹം കാണാൻ പറ്റില്ല. 21th പ്ലാനറ്റ് ഗൈസ്. എനിക്ക് മതിയായി ഗൈസ്. അടുത്ത പ്ലാനറ്റ് 24th പ്ലാനറ്റ്. നമുക്ക് അധികം ഓർബിറ്റ് ഒന്നും വെക്കണല്ലേ കാരണം ഇപ്രാവശ്യം തീരാറായി. നേരത്തെ വെച്ചാണ് ഇതൊന്ന് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്കാണ് കൊളാപ്സ് ആകുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഈ പ്ലാനറ്റ് ചെറിയൊരു വ്യത്യാസം കൊടുക്കാം ഗൈസ്. ഈ പ്ലാനറ്റിന് എന്താ പറയുക, ഫുൾ പച്ച കളറായിരിക്കണം ഗൈസ്. പച്ചപ്പ് നമുക്ക് പച്ച കളർ ഗൈസ്. നല്ല പാച്ച കളർ ഗൈസ്. കാടും മലയും എല്ലാം ഉണ്ടാവും ഗൈസ്. നല്ല പച്ചക്കിരിക്കണം ഗൈസ്. നല്ല പച്ച കളർ ഗൈസ്. 24 ഗൈസ്. പിന്നെ 25. 5 more plants കസ്റ്റമൈസ്. നമുക്ക് ഇത്തിരി ബ്ലൂ ആക്കി കൊടുക്കാം ഗൈസ്. 26th പ്ലാന്റ് കസ്റ്റമൈസ്. നമുക്ക് ട്വിൻ പ്ലാന്റ് ഉണ്ടാക്കിയാലേ നമുക്ക് എൻ്റെ ഐഡിയ ഉണ്ട് ഗൈസ്. ഇപ്പം യുറൈനസും നെപ്റ്റ്യൂണും ഇല്ലേ ഗൈസ്, അതേപോലെ. അതായത് യുറൈനസിൻ്റെ സോളിഡ് ഐസും പിന്നെ സെയിം തിങ് കൊണ്ടാണല്ലോ ഈ നെപ്റ്റ്യൂൺ ഉണ്ടായിരുന്നു. സോ നമുക്ക് നെപ്റ്റ്യൂണിനെ പോലെയുള്ള യുറൈനസ് ഇങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ ഇരിക്കും. പ്ലാനറ്റ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളർ. അത് ഇത്തിരി ഇതല്ലേ നമുക്ക് ലൈറ്റ് ആക്കും. ഇത്തിരി ലൈറ്റ് കളർ ആയിട്ടുണ്ടെന്ന് അറിയില്ല, ചെറിയൊരു കളർ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ട്വിൻ പ്ലാനറ്റ്സ് റെഡി ഗൈസ്. അങ്ങനെ 27 പ്ലാനറ്റ്സ് ആയി ഗൈസ്. ഓക്കെ, നമുക്ക് ഒരു ഡോർഫ് ജൂപ്പിറ്റർ ഉണ്ടാകും ഗൈസ്.
3% ആണ്. സോ ജൂപ്പിറ്റർ 2.0 ഗൈസ്. എത്ര ശക്തിയുണ്ട് ഗൈസ് അതിന് പറയാം ഗൈസ്. ജൂപ്പിറ്റർ 2.0 ഗൈസ്. ജൂപ്പിറ്റർ 2.0 നമുക്കൊരു വോൾക്കൻ ഗൈസ്. ഒരു വോൾക്കൻ എന്ന് പറഞ്ഞൊരു ബാൻഡ് ഗൈസ്. അപ്പോൾ 28 ആയി ഗൈസ്. ഇനി 2 പ്ലാനറ്റ് ഉണ്ട് ഗൈസ്. സോ ഈ പ്ലാനറ്റ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെറുതെ വെച്ചിട്ട് ഗൈസ് എൻ്റെ വേറെ ഐഡിയ ഉണ്ട് ഗൈസ്. ഈ പ്ലാനറ്റിൽ നമ്മൾ ഹീറ്റ് വെച്ചാൽ പൊട്ടിത്തെറിക്കരുത് ഗൈസ്. നമുക്ക് നോക്കണ്ട ഗൈസ്. പൊട്ടിത്തെറിച്ച് വലിയ പ്ലാനറ്റ് വേണം ഗൈസ്. എന്നാലും അതിന് ഒരു ജൂപ്പിറ്റർ തന്നെ നോക്കാം ഗൈസ്. ജൂപ്പിറ്റർ അങ്ങനെയല്ലേ, ജൂപ്പിറ്റർ നമ്മൾ അങ്ങനെ നോക്കത്തില്ലേ. ജൂപ്പിറ്ററിനെ വെച്ചിട്ട് നമ്മളതിനൊരു വോൾക്കാനിക് കൊടുക്കും ഗൈസ്. ജൂപ്പിറ്റർ സണ്ണിൻ്റെ അത്ര ഉള്ള ഡൗട്ടുണ്ട്. ഓർബിറ്റ് ചെയ്യണം നിർത്തിക്കണം ഗൈസ്. അതിനെ ഒരു സ്ഥലത്ത് സെയിം ആയിട്ട് ഇതാക്കിയത് പൊട്ടിത്തെറിക്കും. നീക്കാനും പറ്റുന്നത് അയ്യോ ഇടേ ഞാൻ അറിയാണ്ട് കണ്ണിന് അച്ഛൻ ഞാൻ ഇങ്ങനെ അറിയാണ്ട് ഇന്ന് നിൽക്കിയതാ. കണ്ണിന് പോകുന്ന വിചാരിച്ചില്ല. കണ്ണിനും പോയി. യെസ് അതും പോയി. നമുക്ക് ജസ്റ്റ് സാധാ ചെറുതായിട്ടൊന്ന് ലാഗ് ആവാൻ തുടങ്ങുന്നുണ്ട് ഈ സ്ക്രീൻ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് പൊട്ടിത്തെറിക്കണ്ട് മൊത്തം കുറേ പ്ലാന്റ് ലീവ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് അതിനെ പിടിച്ചു നിർത്തണം കേസ്. ഹൈഡേഴ്സ് പിന്നെ നമുക്കൊരു കസ്റ്റം പ്ലാനറ്റ്. ഓക്കെ ഗൈസ്, and finally we have successfully completed the solar glitch system guys. And guys 30 planet guys. എൻ്റെ പൊന്നേ അത് വെറുത്തതിനാ എർത്ത് എവിടെ ഇതിൻ്റെ അകത്ത് എർത്തിനൊന്നും പിടിച്ച എർത്ത് ഭൂമിയിലുള്ള ആൾക്കാർ എന്താ അവിടെ നടക്കണേ. ഓക്കെ അപ്പോൾ സസ്പെൻസ് ആൻഡ് ഇത്രയും ചെയ്ത് എനിക്കെന്നെ ചെയ്യണമെന്ന് താല്പര്യമില്ല. എന്നാലും ഒരു ബ്ലാക്ക് ഹോൾ ഒരു എക്സ്പ്ലോഷൻ നമുക്ക് നോക്കാം. എന്നാലും കുറച്ച് വേണ്ടൊക്കെ ഇപ്പോഴും ചെയ്യണുണ്ട്. സാറ്റണൊക്കെ എങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കണുണ്ട് ഇവിടെ. വീനസ് ഓക്കെ, എർത്ത് ഓക്കെ. ആൻഡ് ഫൈനലി സണ്ണും പോയി. അങ്ങനെ നമുക്കിനി വംശനാശം ഇല്ല. ഈ എർത്തിലുള്ള എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും നൈറ്റാണ്. സോ 2062 തവണ ചെയ്ത് തീർത്തേ. സോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.